നിന്നെയും കൂടി മാനസാന്തരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കർത്താവിന്റെ വരവ് താമസിക്കുന്നത്. ഭൂതലത്തിലൊക്കെയും ഈ ദൈവരാജ്യത്തിന്റെ സന്ദേശം വിളംബരം ചെയ്യപ്പെടണം. എല്ലാവരുടെയും കാതുകളിൽ ഈ സന്ദേശം എത്തപ്പെടണം. ആരും അറിയാതെ പോകരുത്. ഇങ്ങനെ ഒരു സാമ്രാജ്യം ഭൂമിയിൽ വരാൻ പോകുന്നു, അങ്ങനെ ഒരു രാജാവ് ഈ ലോകത്തെ ഭരിക്കാൻ പോകുന്നു എന്നുള്ളതായ കാര്യം എല്ലായിടത്തും ദൈവരാജ്യത്തിൽ എല്ലാവരും എത്തപ്പെടണമെന്നാണ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചെറിയ പട്ടണത്തിൽ ഇവിടെയും കടന്നു വന്ന് ഈ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്ന് പറഞ്ഞാൽ അതിന് ലഘുവായ ഉത്തരം ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. നമ്മൾ പാപത്തിന്റെ പ്രവൃത്തികൾ, പാപത്തെ സ്നേഹിച്ച് പാപത്തിൽ മാത്രം ജീവിക്കുമ്പോൾ അതിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് നോക്കുന്നത്, ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. മദ്യത്തിനോട് വിടപറഞ്ഞ്, മയക്കുമരുന്നിനോട് വിടപറഞ്ഞ്, പാപത്തിന്റെ പ്രവൃത്തികളിനോട് വിടപറഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഇനി എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം ഗുഡ് ന്യൂസ് എന്നാണ്, നല്ല വാർത്ത എന്നാണ്. എന്താണ്? നാം കാണുന്ന വാർത്തകൾ, നാം കേൾക്കുന്ന വാർത്തകൾ, നാം വായിക്കുന്ന വാർത്തകൾ നല്ല വാർത്തകളല്ല. പലപ്പോഴും നമ്മളെ കരയിപ്പിക്കുന്ന വാർത്തകൾ, നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തകൾ, നമ്മുടേതായ മനുഷ്യന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തകൾ. എന്നാൽ സുവിശേഷം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല വാർത്തയാണ്. എന്താണ് സുവിശേഷത്തിന്റെ നിർവചനം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. യേശു ക്രിസ്തുവിന്റെ ജനനമാണ് സുവിശേഷം. യേശു ക്രിസ്തുവിന്റെ ജീവിതമാണ് സുവിശേഷം. യേശു ക്രിസ്തുവിന്റെ സന്ദേശമാണ് സുവിശേഷം. യേശു ക്രിസ്തുവിന്റെ മരണമാണ് സുവിശേഷം. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് സുവിശേഷം. കാരണം യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന് വേണ്ടി, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ യേശു മരിക്കുവാൻ ഇടയായി തീർന്നു.